കൊച്ചിയിൽ ലഹരിക്കടിമയായ 12 വയസ്സുകാരൻ 10 വയസ്സുകാരിയെ സഹോദരിക്ക് MDMA എന്ന മാരക ലഹരി നൽകിയെന്ന വാർത്തയാണ് വരുന്നത്. വീട്ടുകാർ ഉറങ്ങിക്കഴിയുമ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത ഈ കുട്ടി വീട്ടിൽ നിന്നും ലഹരി ഉപയോഗത്തിനായി പുറത്തുപോയിക്കൊണ്ടിരുന്നത്. ലഹരി ഉപയോഗത്തിനായി വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷ്ടിച്ചെടുത്തുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. വിവരം ചോദ്യം ചെയ്തതിന് കുട്ടി വീട്ടുകാരെ കയറി ആക്രമിച്ചു. നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ ഈ MDMA പോലുള്ള മാരകമായ വിപത്തിൻ്റെ മുന്നിൽ തലയിടിച്ച് മുഖമിടിച്ച് വീഴുന്നതിൻ്റെ ഏറ്റവും അപകടകരമായ ദൃശ്യമാണ്. ഞാൻ പറയുന്നു, അമ്മമാർ ചൂലെടുത്തേ മതിയാവൂ. അക്രമത്തിന് പ്രേരിപ്പിക്കുകയല്ല, അമ്മമാരുടെ ചൂലിൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട്, അക്രമമുണ്ട്. ശ്യാംകുമാർ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കേൾക്കുന്നത്? ഇതുവരെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ. സഹോദരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹൃദയത്തിൻ്റെ നിന്ന് പോകുന്ന ഒരു താമര നൂല് നീണ്ടു കിടക്കുന്ന പ്രസ്ഥാനമാണ്. അവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പറയൂ. എസ്കേൻ, ഇത്തരം സംഭവങ്ങൾ അറിയുമ്പോൾ, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എസ്കേൻ പറഞ്ഞ പോലെ തന്നെ സഹോദരി ബന്ധമൊക്കെ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന ഒരു തലമുറയ്ക്ക് അപ്പുറത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നത്. ഇന്നും ഉണ്ടായ ഈ സംഭവം അതൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയും 10 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ കേസിലെ രണ്ട് വശത്ത് നിൽക്കുന്നവർ. അവർ സഹോദരനും സഹോദരിയുമാണ്. ഈ സഹോദരൻ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് സഹോദരിക്കും നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. പക്ഷേ ഈ വിവരം വീട്ടുകാർ അറിയുന്നത് വളരെ വൈകിയാണ്. വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആ പണം എടുത്ത രീതിയുമൊക്കെ വളരെ ഒരു ക്രിമിനൽ ബുദ്ധിയോടെയാണ്. അത് ഡിജിറ്റൽ പേന ഉപയോഗിച്ച് അതിൽ വരച്ചു വെക്കുകയും പിന്നീട് അച്ഛൻ അതിൻ്റെ നമ്പറുകൾ മാറ്റുമ്പോൾ ആ ലോക്കറിൻ്റെ നമ്പറുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ ആ നമ്പറുകൾ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് അതിൽ നിന്നും പണമെടുത്ത് ലഹരിക്കായി ചിലവഴിക്കുന്നു. ഈ ലഹരി ഉപയോഗിക്കാനായി ഈ കുട്ടി വെക്കൊണ്ടിരുന്നത് രാത്രിയിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ടാണ് വെക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം കുട്ടിയെ കാണാതായി. രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ വളരെ ദൂരത്ത് നിന്ന് നെടുമ്പാശ്ശേരിക്കടുത്ത് നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അങ്ങനെ പരിശോധനയിലാണ് ഈ കുട്ടിയെ പിന്നീട് ആശുപത്രിയിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അതിനു മുൻപ് തന്നെ കുട്ടി വളരെ വയലൻ്റായിട്ട് മാതാപിതാക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്നു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, തനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുള്ള രീതിയിൽ ഈ കുട്ടി ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഇപ്പോൾ ലഹരി വിമോചന കേന്ദ്രത്തിൽ ഉള്ളപ്പോഴാണ് ഈ കുട്ടി സഹോദരിക്ക് ഈ ലഹരി നൽകിയ കാര്യം പറയുന്നത്. പിന്നീട് ആ കുട്ടിയെയും ആ പ്രായപൂർത്തിയാകാത്ത സഹോദരിയെയും ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. നിലവിൽ ലഹരി മോചന കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഈ കുട്ടി വളരെ ഒരു അക്രമവാസന കാണിക്കുന്നു. അത് ലഹരിയുടെ ഉപയോഗം ആ കുട്ടിയുടെ മാനസിക നില തകരാറിലാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിലുപരിയാണ് സ്വന്തം സഹോദരിക്ക് മാരകമായ ലഹരി ഈ കുട്ടി നൽകിയിരുന്നു എന്ന വിവരം. പക്ഷേ ഈ വിവരം എളമക്കര പോലീസ് അറിഞ്ഞിരുന്നു. ഈ എളമക്കര സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഇത്തരത്തിലുള്ള നിരവധി ക്രിമിനലുകളും നിരവധി സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പല കേസുകളും എളമക്കര പോലീസ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ഈ വിഷയവും എളമക്കര പോലീസ് അറിഞ്ഞിരുന്നു. പക്ഷേ അവരത് CWCക്ക് മുന്നിലോ മറ്റ് വകുപ്പുകൾക്ക് മുന്നിലോ ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഏതായാലും ഈ സംഭവത്തിലെ ആരോപണ വിധേയൻ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. SK. താങ്ക് യു. എന്തായാലും വളരെ ഗൗരവത്തോടെ കേരളീയ മനസാക്ഷി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരിക്ക് സഹോദരൻ, അതും പ്രായപൂർത്തിയാകാത്ത 12 വയസ്സുകാരൻ ഈ 10 വയസ്സുകാരൻ 12 വയസ്സുകാരിക്ക് MDMA നൽകുക, വീട്ടിൽ നിന്ന് 3 ലക്ഷം രൂപ മോഷ്ടിച്ചു പോവുക, രാത്രി കാലത്ത് വീട്ടിൽ ആരും അറിയാതെ പുറത്തിറങ്ങി പോവുക. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം.